നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ച ഒരു വാർത്ത, അതിനെ വാർത്ത എന്ന് വിശേഷിപ്പിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടൊരു വാർത്ത. അതായത് തിരുവമ്പാടി നിയമസഭാ സീറ്റിൽ, പ്രത്യേകിച്ച് ആ സീറ്റിൽ കത്തോലിക്കൻ മാത്രമേ മത്സരിക്കാവൂ എന്ന് താമരശ്ശേരി രൂപത കോൺഗ്രസിൽ സമ്മർദ്ദം ചെലുത്തി എന്ന രീതിയിലുള്ള ഒരു പ്രചരണം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുകയുണ്ടായി. അതിൻ്റെ ഒരു അടിസ്ഥാനം ഈ മീഡിയ വൺ ഓൺലൈൻ പുറത്തുവിട്ട ഒരു വാർത്ത തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സമ്മർദ്ദം, അങ്ങനെ ഒരു ശാഠ്യം കോൺഗ്രസിൻ്റെ മേൽ താമരശ്ശേരി രൂപത ചെലുത്തിയോ? എന്താണ് ഈ പ്രചരിക്കുന്ന പ്രചരണങ്ങളുടെ അടിസ്ഥാന വാസ്തവം? ഇതിനെപ്പറ്റിയുള്ള വെളിപ്പെടുത്തലുകളുമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ സബിൻ തൂമുള്ളിലച്ചനാണ്. അച്ഛാ, സ്വാഗതം. ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ച ആ ഒരു വാർത്ത, അതിൻ്റെ ഒരു വാസ്തവം എന്താണ്? യഥാർത്ഥത്തിൽ താമരശ്ശേരി രൂപത അങ്ങനെ ഒരു ഡയലോഗ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച കോൺഗ്രസുമായിട്ടൊക്കെ നടത്തിയിരുന്നോ? ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? ഗുരുജി, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ താമരശ്ശേരി രൂപതയും തിരുവമ്പാടി നിയോജക മണ്ഡലവും ഒക്കെ വാർത്തയാക്കാനും അത് കത്തോലിക്ക സഭ സമ്മർദ്ദം ചെലുത്തുന്നു എന്നൊക്കെ പറയാനും ഇവിടെ ചില സംവിധാനങ്ങൾക്ക് എപ്പോഴും വലിയ താല്പര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മീഡിയ വണ്ണിൽ ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. ഈ വാർത്തയ്ക്ക് എന്താണ് സോഴ്സ് എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു വാർത്ത നൽകുന്നു, ആ വാർത്തയുടെ മുകളിൽ താമരശ്ശേരി ബിഷപ്പിന്റെ ഫോട്ടോ വെക്കുന്നു. എന്നിട്ട് താമരശ്ശേരി രൂപത വർഗീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് വാർത്ത പ്രചരിപ്പിക്കുന്നത്. അതിൽ ആ വാർത്തയുടെ തുടക്കം തന്നെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരനായ വി എസ് ജോയിയെ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർണയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ കത്തോലിക്ക സഭ അതിന് തടസ്സം നിൽക്കുന്നു എന്ന തരത്തിലാണ് വാർത്ത. എന്താണ് ഈ വാർത്തക്ക് ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതിന്റെ അടിസ്ഥാനം? അത് ഈ ക്രൈസ്തവ സമൂഹത്തെ വിഭജിപ്പിക്കാൻ, ക്രൈസ്തവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് നിൽക്കാതിരിക്കാൻ കത്തോലിക്ക വിഭാഗത്തെയും പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തെയും തമ്മിൽ വിഘടിപ്പിക്കാൻ നടത്തുന്ന ചില താല്പര്യങ്ങളാണ് അതിന്റെ പിന്നിലെന്ന് വിലയിരുത്തി പോവുകയാണ്. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം, ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായി ജമാഅത്തെ ഇസ്ലാമിയുടെ പല ഹാൻഡിലുകളും പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ വാർത്തകളിലൂടെ നടപ്പിലാക്കാൻ മീഡിയ വൺ ശ്രമിക്കുന്നു എന്ന് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഈ ക്രിസ്മസ് ഒക്കെ എടുക്കുമ്പോൾ ഇതേ സഭാപിതാക്കന്മാരുടെ ഒക്കെ അടുക്കൽ വന്ന് വലിയ സൗഹൃദത്തോടു കൂടി ഇന്റർവ്യൂ ഒക്കെ നടത്തി മതസൗഹാർദ്ദത്തിന്റെ ആഴവും പരപ്പും ഒക്കെ വിശദീകരിക്കുന്ന ഇവർക്ക് തൊട്ടടുത്ത മാസം ഇലക്ഷൻ എടുത്തു കഴിയുമ്പോൾ അവരുടെ വർഗീയ അജണ്ടകൾ ഇത്ര പരസ്യമായിട്ട് എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുന്നു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിഷയം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ചെയ്യുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രചാരകരിൽ പ്രധാനപ്പെട്ട ആളാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യവും ഈ മീഡിയ വൺ നൽകിയ വാർത്തയും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. മീഡിയ വൺ പറഞ്ഞിരിക്കുന്നത്, ആ വാർത്തയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം, തിരുവമ്പാടിയിൽ വെറും 22% മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആബിദ് അടിവാരത്തിന്റെ പോസ്റ്റിൽ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താമരശ്ശേരിയിൽ 22% ഒക്കെ ക്രിസ്ത്യാനികളുള്ളൂ, ബാക്കി ഭൂരിപക്ഷം മറ്റു സമുദായങ്ങളാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ കണക്ക് എടുത്തു പറയുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഒരു പക്ഷേ തിരുവമ്പാടിയിൽ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റിനെ, ഒരു ക്രിസ്ത്യാനിയായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഒരു കാൻഡിഡേറ്റിനെ ഏതെങ്കിലും രാഷ്ട്രീയ സംവിധാനങ്ങൾ നിർദ്ദേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് മുൻകൂട്ടി അത്തരം എന്തെങ്കിലും സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സമയത്ത് താമരശ്ശേരി ബിഷപ്പിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് താമരശ്ശേരി ബിഷപ്പ് ഒരു വർഗീയവാദിയാണ് എന്നും താമരശ്ശേരി ബിഷപ്പ് ഒരു വിഷ ഫാക്ടറിയാണ് എന്നും ഒക്കെ പറഞ്ഞ് ഒരു സമുദായത്തിന്റെ, ഒരു വിശ്വാസ സമൂഹത്തിന്റെ നേതാവിനെ മറ്റൊരു മതവിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ വിമർശിക്കുന്നത്? അത് തീർച്ചയായും അതിന് പിന്നിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു ശ്രമവും കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ
ഈ പ്രദേശത്ത് നിന്ന് ഒരു കാൻഡിഡേറ്റ് വരികയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമധാരിയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയാവുകയോ ചെയ്താൽ ഇവിടെ കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു മതസൗഹാർദ്ദത്തിന്റെയും മതേതര മൂല്യങ്ങളുടെയും ജനാധിപത്യ മൂല്യത്തിന്റെയും ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന ജനസമൂഹത്തെ മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ശ്രമം ഇവിടെ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു മതേതര രാജ്യമാണ്. ഇവിടെ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരുണ്ട്, നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്നവരുണ്ട്. ഇവരെല്ലാവരും പൊതു പ്രവർത്തകരായിട്ട് പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്, സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ ഒരു വ്യക്തിയെ കാൻഡിഡേറ്റ് ആയിട്ട് വെക്കുമ്പോൾ ആ വ്യക്തി ഒരു ക്രിസ്ത്യാനിയാണ് എങ്കിൽ അത് തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറയുന്ന ഒരു നയം, അത് വർഗീയതയാണോ അതോ മതേതരത്വമാണോ എന്നുള്ളതാണ് ഈ കൂട്ടർ വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം. അപ്പോൾ അതുകൊണ്ട് ഇത് ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, തങ്ങൾക്ക് തങ്ങളുടേതായിട്ടുള്ള മതരാഷ്ട്ര സങ്കല്പം ഉണ്ടെന്ന് തന്നെയാണ്. അവരത് ഈ അടുത്ത ദിവസങ്ങളിൽ ഇല്ല ഇല്ല എന്ന് പറയുമ്പോഴും അറിയാതെ തന്നെ അവരുടെ വായിൽ നിന്ന് ഇതെല്ലാം വരുന്നുണ്ട്. അവരുടെ അജണ്ട ഇത് തന്നെയാണെന്ന് അതുകൊണ്ട് പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് തങ്ങൾ അത് പറയുമ്പോൾ ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹവും അത് തന്നെയാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കാൻ ഒരു ബോധപൂർവമായിട്ടുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് ഇത്തരം ആളുകൾ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ, പ്രത്യേകിച്ച് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ പ്രചരണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അതിൽ വസ്തുത ഉണ്ട് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവര് ഈ രൂപതാ സംവിധാനത്തിന്റെ ഏതെങ്കിലുമൊക്കെ PROമാരോടോ അങ്ങനെയുള്ള ഔദ്യോഗിക സംവിധാനങ്ങളിലുള്ളവരോട് ഇവർ സംസാരിച്ചിരുന്നു. എന്താണ് രൂപതയ്ക്ക് ഇങ്ങനെ ഒരു നയമുണ്ടോ? ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചും മെൻഷൻ ചെയ്യാതെ കാടടച്ച് വെടിവെച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ മീഡിയ വണ്ണിനെ പോലെയുള്ള മാധ്യമങ്ങൾ ശ്രമിക്കുന്നതിന് പിന്നിൽ ഞാൻ വളരെ കൃത്യമായിട്ട് സംശയിക്കുകയാണ്. ഇത് ഒരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു അജണ്ട ആരും അറിയാതെ ഇവിടെ നടപ്പിലാക്കാനുള്ള ഒരു പരിശ്രമം നടത്തുന്നു. ക്രിസ്ത്യാനികൾ വെറും 22% മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള സംഘടിത ഭൂരിപക്ഷ സമുദായത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായിക്കൊള്ളട്ടെ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് മുന്നോട്ട് പോയിക്കൊള്ളണം. അവരെയാണ് പരിഗണിക്കേണ്ടത്, മറ്റാരെയും പരിഗണിക്കാൻ പാടില്ല, മറ്റൊരു മത ജാതി വിഭാഗത്തിന്റെയും താല്പര്യങ്ങൾ പരിഗണിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഒരു തിട്ടൂരം ഇറക്കുന്നത് ഈ മതരാഷ്ട്രവാദത്തിന്റെ മറ്റൊരു വകഭേദമാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടസ്റ്റന്റ് കത്തോലിക്ക വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള ഒരു ശ്രമം, തങ്ങൾ ആണ് ഇവിടുത്തെ ഭൂരിപക്ഷം, അതുകൊണ്ട് തങ്ങൾ പറയുന്നവരെ മാത്രമേ ഇലക്ഷന് മത്സരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്ന ഒരു മറ്റൊരു വശം, അതിനിടയിൽ തങ്ങൾ പറയുന്ന ഇതേ മതരാഷ്ട്രവാദമാണ് ഇവിടെയുള്ള മറ്റു മത നേതാക്കളും പറയുന്നത് എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം, ഇതൊക്കെ ആണ് യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ പിന്നിലെന്നാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത്തെ ഒരു ചോദ്യം വെച്ചാൽ, അതായത് എന്തുകൊണ്ട് പലപ്പോഴും താമരശ്ശേരി ബിഷപ്പ് മാർ റെമീജിയോസ് ഇഞ്ചനാനിയൽ പിതാവ് ഇങ്ങനെ പ്രത്യേക ഒരു സോഴ്സിൽ നിന്നും ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടും? നമുക്കറിയാം താമരശ്ശേരി രൂപത അതിൻ്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് നിൽക്കുന്നു. അവിടുത്തെ സാമുദായിക അന്തരീക്ഷം നമുക്കറിയാം. പലപ്പോഴും പല വിഷയങ്ങളിലും പല പ്രതിസന്ധികളും സമുദായാംഗങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പ്രണയക്കിണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിനാൽ തന്നെ താമരശ്ശേരി ബിഷപ്പിനെ കോട്ട് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ കൃത്യമായിട്ടും ചില ഫാക്ടറികളിൽ നിന്നും ഇങ്ങനെ നിർമ്മിക്കപ്പെടും? ജോർജി, താമരശ്ശേരി ബിഷപ്പ് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാ മതവിഭാഗങ്ങളോടും എല്ലാ രാഷ്ട്രീയ നേതൃ സംവിധാനങ്ങളോടും വളരെ തുറന്ന മനോഭാവത്തോടു കൂടി ഇടപെടുന്ന ആളാണ്. പ്രത്യേകിച്ച് അദ്ദേഹം കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക്, വന്യജീവി ആക്രമണങ്ങൾക്ക് ഒക്കെ എതിരെ ശക്തമായിട്ട് നിലകൊള്ളുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായി പൊതുസമൂഹത്തിന്റെ നന്മ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുക. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും വലിയ സ്വീകാര്യതയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അതിന്റെ രാഷ്ട്രീയമോ മതവിശ്വാസമോ നോക്കാതെ അതിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് അത് സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവരാണ് ഈ നാട്ടിലുള്ളവർ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സ്വാധീനത്തെ, പൊതുസമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഇലക്ഷൻ എടുക്കുമ്പോൾ താമരശ്ശേരി ബിഷപ്പ് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം.
തീർച്ചയായിട്ടും വളരെ നന്ദി അച്ഛാ. പ്രത്യേകിച്ച് പ്രേക്ഷകർ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള വർഗീയ ചൊവ്വയുള്ള ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റ് ചില ഹാൻഡിലുകളിലൂടെയൊക്കെ പ്രചരിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ കൃത്യമായിട്ടും ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള സോഴ്സ് മനസ്സിലാക്കുക, വാസ്തവമായിട്ടുള്ള വാർത്തകൾ മാത്രം പ്രചരിക്കുക, ജാഗ്രതയോടുകൂടി തന്നെ ഇത്തരം വാർത്തകളെ നോക്കിക്കാണുക. ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മറുപടി നൽകിയ ഫാദർ സബിൻ തുമ്മിളിൽ അങ്ങേക്ക് നന്ദി. താങ്ക് യു. താങ്ക് യു.